എനിക്ക് ഒത്തിരി പ്രിയപ്പെട്ട ഒരു റെസിപ്പിയാണിത്. എന്തുകൊണ്ടാണ് ഒത്തിരി പ്രിയപ്പെട്ടതെന്ന് വെച്ചാൽ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് പറഞ്ഞു തന്ന റെസിപ്പിയാണ്. അതിൻ്റെ കാരണം ഞാൻ പിന്നെ പറയാം. കുറച്ച് മാങ്ങ കിട്ടിയായിരുന്നു. നാരില്ലാത്ത മാങ്ങ വേണം നമ്മളിതിന് ഉപയോഗിക്കാനായിട്ട്. 10 കഷ്ണം മാങ്ങ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് അരച്ചെടുക്കണം. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുത്തു. എന്നിട്ട് 1/4 ടീസ്പൂണ് ഉപ്പും പിന്നെ കുറച്ച് ചൂട് പാൽ, ചെറിയ ചൂടുള്ള പാൽ ഒരു കുറച്ച് ചേർത്ത് കൊടുത്ത് നല്ലപോലെ അരച്ചെടുത്തിട്ട് നമ്മൾ 3 കപ്പ് ഗോതമ്പിൽ ഇത് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നല്ല ബ്രൈറ്റ് ഓറഞ്ച് കളറിൽ മാവ് നമുക്ക് കുഴച്ച് കിട്ടും. അത് നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വെക്കണം. 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് ഉരുളകളാക്കി എടുത്തിട്ട് പരത്തി ചുട്ടെടുക്കണം. ചുടുമ്പോൾ നെയ്യോ ബട്ടറോ ചേർത്ത് വേണം ചുട്ടെടുക്കാനായിട്ട്. എന്താണ് എനിക്കിത് ഇത്ര പ്രിയപ്പെട്ടതെന്ന് വെച്ചാൽ ഞാനിവിടെ ന്യൂറോ ഡൈവേർജൻറ്റ് യങ് അഡൽസിന് വേണ്ടിയിട്ടുള്ളൊരു സ്കൂളിൽ വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കാനായിട്ട് പോകാറുണ്ട്. അവിടുത്തെ കുട്ടികളല്ല അഡൽസാണ്, പക്ഷേ എൻ്റെ കുട്ടികളാണ്. അവർക്ക് നമ്മളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ കുറച്ച് ഷൈ ആയിരിക്കും. അവരുടെ ഇൻട്രാക്ഷൻ എന്താ പറയണത്, ആ ഒരു ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരുമായിട്ട് നല്ലതുപോലെ സംസാരിക്കാനും അവരുടെ മനസ്സിലുള്ളതൊക്കെ തുറന്നു പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. എന്ത് കഴിച്ചു എന്നൊക്കെ, ബ്രേക്ക്ഫാസ്റ്റ് എന്ത് കഴിച്ചു, ലഞ്ച് എന്ത് കഴിച്ചു എന്നൊക്കെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ച ആര്യൻ എന്ന് പറയുന്ന കുട്ടിയുടെ റെസിപ്പിയാണ് ആംക ചപ്പാത്തി. അവൻ പറഞ്ഞു തന്ന രീതി വളരെ രസമായിരുന്നു. അപ്പം ഞാൻ ട്രൈ ചെയ്ത് നോക്കി, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബാക്കി മാങ്ങ മുളക് പൊടി ഉപ്പും ചേർത്ത് ഞാൻ കഴിച്ചു.